നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഉടനടി പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിജയോത്സവം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ വാർഷിക പൊതുയോഗം നടത്തി. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി പിടിയിൽ. വാർത്തകൾ വിശദമായി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധിക ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നത്. 12 ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതോൽപാദനവും ആരംഭിച്ചു. ഡാം തുറന്നതോടെ കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതോൽപാദനത്തിനായി KSCB വാൽവിലൂടെ 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവും റിവർ സ്ലൂയിസിലൂടെ സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവുമാണ് തുറന്നുവിടുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതലാണ് ഘട്ടം ഘട്ടമായി അധിക ജലം ഒഴുക്കി തുടങ്ങിയത്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. 76.40 മീറ്റർ വരെ വെള്ളം സംഭരിക്കാവുന്ന ചിമ്മിനിയിൽ ബുധനാഴ്ച വൈകിട്ട് 66.45 മീറ്റർ മാത്രമാണ് ജലനിരപ്പ്. ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഉടനടി പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ MP-യും MLA-യും അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്നും ബെൽമൗത്ത് സംവിധാനം ഒരുക്കി ഗതാഗതക്കുരുക്കിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും മേൽപ്പാലം വരേണ്ടിടത്ത് അടിപ്പാത വന്നതിന് ഉത്തരവാദികൾ കോൺഗ്രസ് ആണെന്നും LDF ആരോപിച്ചു. LDF മുനിസിപ്പൽ കൺവീനർ TP ജോണി ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, KA അജിതൻ, ഉഷ പരമേശ്വരൻ, ബിജി സദാനന്ദൻ, MN ശശിധരൻ, ജോസ് പൈനാടത്ത്, KK സന്തോഷ്, ജിൽ ആന്റണി, ജോസ് പൈനാടത്ത്, VI പോൾ, പോളി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇവിടെ ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണവും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് അടിപ്പാതയിൽ ഇത്രയും രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ വാർഷിക പൊതുയോഗം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക കർമ്മസേന പ്രസിഡന്റ് K സുധാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാർഷിക കർമ്മസേന ട്രഷറർ MR സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. കാർഷിക കർമ്മസേന സെക്രട്ടറി ദിനേശൻ വള്ളപ്പാടി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ, കൃഷി ഓഫീസർ MR അനീറ്റ എന്നിവർ സംസാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൽ കൊടുത്തിട്ടുള്ളത് കാർഷിക കർമ്മസേന കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി പിടിയിൽ.
കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയായ ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന 39 വയസ്സുള്ള സായൂജ് എന്നയാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിലുള്ള വിരോധത്തിൽ കഴിഞ്ഞ 10-ാം തീയതി രാത്രി 7:30 മണിയോടെ ബിവറേജ് ഷോപ്പിൽ നിൽക്കുകയായിരുന്ന ചന്ദ്രാപിന്നി വില്ലേജ് കണ്ണനാംകുളം കിഴക്ക് ദേശത്ത് കാര്യടത്ത് വീട്ടിൽ ഗിരീഷിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സായൂജിനെ പിടികൂടിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയായ സായൂജിന് മതിലകം പോലീസ് സ്റ്റേഷനിൽ 2018 3 വധശ്രമ കേസും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 2021 1 വധശ്രമ കേസുമടക്കം മതിലകം, കയ്പമംഗലം, വാടാനപ്പള്ളി, കാട്ടൂർ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിജയോത്സവം നടത്തി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TN രാമൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നിന്ന് CBSE പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മത്സര വിജയികളെയും മാധ്യമപ്രവർത്തകരായ ലാലുമോൻ ചാലക്കുടി, ഷാലി മുരിങ്ങൂർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ദിലീപ് ദിവാകരൻ, വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ആച്ചാടൻ, സെക്രട്ടറി ആശ ലിംസൺ, മാനേജർ സിസ്റ്റർ സത്യ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. അവരെക്കാൾ വേഗത്തിൽ വളരുന്ന മാതാപിതാക്കളായി നാം ഓരോരുത്തരും മാറുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവേശനോത്സവം തുടങ്ങി മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. ജീവിതത്തിന്റെ ഭാരങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും കരുത്താർന്ന കുടുംബവും സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഴുവൻ രക്ഷാകർത്താക്കളും ഈ പ്രവേശനോത്സവം ഇന്ന് തുടങ്ങുന്ന കാലത്ത് ഈ പുതിയ ഇന്റർനാഷണൽ കുട്ടികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് നിങ്ങളുടെ കരുത്ത് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചു. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതിയും മുൻ ചെയർമാനുമായ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ 45 വയസ്സുള്ള സജീഷ് കുമാറിനെ കരിപ്പൂർ എയർപോർട്ടിൽ പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുട പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. അതിനെ തുടർന്നാണ് വിദേശത്തു നിന്നും മടങ്ങിവന്ന ഇയാളെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പിടികൂടിയത്. മുൻ ചെയർമാൻ സജീഷ് കുമാറിനും മറ്റു പ്രതികൾക്കുമെതിരെ 100 കണക്കിന് പേരുടെ പരാതിയിൽ കോടികൾ തട്ടിപ്പ് നടത്തിയതിന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ മാത്രം 12 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി ഗുണഭോക്താക്കൾ ആവശ്യമായ രേഖകൾ സഹിതം അവരുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടി വരന്തരപ്പള്ളി കൃഷിഭവനിൽ സമർപ്പിച്ചിട്ടും നിരവധി കർഷകർക്ക് പുതുക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. സാങ്കേതിക തകരാർ പരിഹരിച്ച് പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് BJP വരന്തരപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗം കൃഷി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് K രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. BJP നേതാക്കളായ റിസൺ ചെവിടൻ, KB സന്ദീപ്, അനിൽ TS, ബിന്ദു പ്രിയൻ, MS സലേഷ് എന്നിവർ സംസാരിച്ചു. കമ്പ്യൂട്ടറിലെ തകരാറാണ് കാരണമെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 2000 രൂപയുടെ ധനസഹായം നിന്നുപോകുമോ എന്ന ആശങ്കയിലാണ് കർഷകരായ ഗുണഭോക്താക്കൾ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,029 രൂപ, പവന് 72,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഉടനടി പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിജയോത്സവം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ വാർഷിക പൊതുയോഗം നടത്തി. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.